നമസ്കാരം. വിൽസ് ആർ ആംബുലേറ്ററി ഇൻ നേച്ചർ എന്ന് പറയാം. അതായത് വിൽപത്രം മരിച്ചു കഴിഞ്ഞാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത്. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം വേണമെങ്കിലും അയാളുടെ ആഗ്രഹങ്ങൾ മാറ്റി എഴുതാം. അതായത് വിൽപത്രങ്ങൾ മാറ്റി എഴുതാൻ പറ്റും. സാധാരണയായി രണ്ട് തരം വിൽപത്രങ്ങളാണുള്ളത്. ഒന്ന് മ്യൂച്വൽ വില്ല്, രണ്ട് മിറർ വില്ല്. ഇതാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. ഈ മ്യൂച്വൽ വില്ലിൽ ഒരുപാട് ലീഗൽ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു വില്ലെന്ന് പറയുന്നത് മിറർ വില്ലാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടേഴ്സാണ് ഈ ടെസ്റ്റേറ്റർ. അതായത് ആരാണ് വിൽപത്രം എഴുതുന്നത് ആ ആളെയാണ് ടെസ്റ്റേറ്റർ എന്ന് പറയുന്നത്. ആണുങ്ങളാണ് ടെസ്റ്റേറ്റർ എന്നും പെണ്ണുങ്ങളാണ് അതിനെ ടെസ്റ്റാട്രിക്സ് എന്നും പറയും. അപ്പോൾ ഇവരുടെ ഈ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുന്ന ആളെയാണ് എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടർ നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ട് ആവാം, റിലേറ്റീവ് ആവാം, വൈഫിനെ എക്സിക്യൂട്ടർ ആക്കാം. 18 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നമുക്ക് എക്സിക്യൂട്ടർ ആക്കാം. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്കൊരു ഗാർഡിയൻഷിപ്പ് ആവശ്യമാണ്. കാരണം കുട്ടികളുടെ ഫോസ്റ്റർ പേരൻസിനെ ഡിസൈഡ് ചെയ്യാൻ, അവരുടെ എഡ്യൂക്കേഷൻ, അതായത് ഒരു ഇവൻച്വാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ പേരൻസ് ഇല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗാർഡിയൻ ആവശ്യമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു നിർബന്ധമായിട്ടൊരു ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യണം. വിൽപത്രങ്ങൾ പ്രധാനമായിട്ടും എഴുതുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ടാക്സ് മിറ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഹെറിറ്റൻസ് ടാക്സ് 40% ഉണ്ട്. അത് ലഘൂകരിക്കാനാണ് അധികവും അതായത് എനി ഗിഫ്റ്റ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സ്പൗസസ് ആർ ഇൻഹെറിറ്റൻസ് ടാക്സ് ഫ്രീ. ആ ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽപത്രം എഴുതുന്നത്. നമ്മൾ വിൽപത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്. അതിനകത്തൊരു പഴുതുകളുണ്ടാകാൻ പാടില്ല. ക്ലിയറായിട്ട് ഇൻഷുറൻസ് പോളിസീസ്, അതുപോലെ പെൻഷൻസ്, ബാങ്ക് അക്കൗണ്ട്സ്, പിന്നീട് കൂടാതെ ചാറ്റൽസ് അണ്ടർ സെക്ഷൻ 55 സബ്സെക്ഷൻ 1 ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എസ്റ്റേറ്റ് ആക്ട് 1925 ഇങ്ങനെ നമ്മൾ ക്രിസ്റ്റലായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചറിനകത്ത് വന്നു, ഓർണമെൻറ്റ്സ് അതിനകത്ത് വന്നു, വണ്ടികളുണ്ട് അതിനകത്ത് വന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ടാഞ്ചിബിൾ അസറ്റ്സും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം വളരെ ക്ലിയറായിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കണം. 50% മുതൽ 55% വരെ വിൽപത്രങ്ങൾ UK എഴുതിയേക്കുന്നത് ഇൻവാലിഡാണ്. അതുകൊണ്ട് ഒരു വിൽപത്രം എന്ന് പറയുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ്. ഇതൊരു വിൽ റൈറ്റർ വഴിയോ ഒരു സോളിസിറ്റർ വഴിയോ നിങ്ങൾ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു എക്സർസൈസ് എന്ന് പറയുന്നത്. വില്ലിനെ സംബന്ധിക്കുന്ന കൂടുതൽ സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.